ഹായ് ഹലോ നമസ്കാരം. ഇത് നമ്മളുടെ ഫിലിമോറ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. എല്ലാവർക്കും ഈ ഫോട്ടോ സ്ലൈഡ് ഷോ ഒക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലവർക്ക് ഒരു ഫോട്ടോസ് എല്ലാം അവരുടെ പഴയ കാലങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന സമയത്ത്, പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ സ്ലൈഡ് ഷോ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം, ഫേസ്ബുക്കിലൊക്കെ ഇടാം. ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുകയും കൂടി ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സ്ലൈഡ് ഷോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, ഒരു സ്ലൈഡ് ഷോ കണ്ടിട്ടുണ്ടാവും. ആ സ്ലൈഡ് ഷോ എങ്ങനെയാണ് ഫിലിമോറ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ ഇതേപോലെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റിലൂടെ ചോദിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കധികം സമയം കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാൻ നിൽക്കണ്ട, എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ റെഡി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നമുക്കൊരു ഫോട്ടോ സ്ലൈഡ് ഷോ ചെയ്ത് നോക്കാം. അപ്പോൾ അധികം സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിനകത്ത് കണ്ട ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ്റെ ഫോട്ടോ ആണ്, ആൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അത് ഞാനൊരു 4 ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോനെ എല്ലാം നമ്മൾ ടൈം ലൈനിലേക്ക് എടുത്തിടാണ് ചെയ്യണം. അപ്പോൾ ടൈം ലൈനിൽ ഞാനിപ്പോൾ എടുത്തിടുന്ന സമയത്ത് ഒരു ട്രാക്ക് ഒഴിച്ചിട്ട് മുകളിലേക്കാണ് എടുത്തിടുന്നത് കേട്ടോ. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോട്ടോ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു, വീഡിയോ 2ലേക്കാണ് ഇടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഓരോന്ന് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇമേജ് ആയാലും വീഡിയോസ് ആണെങ്കിലും അതിനൊക്കെ ഇങ്ങനെ ഓരോ ടിക്ക് ഉണ്ടാവും. അതായത് ഈ ടൈം ലൈനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ് എടുത്തു വെച്ചു, ഇനി അത് നമ്മൾ ടൈം ലൈനിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. കണ്ട, എല്ലാത്തിലും ടിക്ക് വന്നു. അതായത് 5 ഫോട്ടോ ഞാനിപ്പോൾ ടൈം ലൈനിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഏറ്റവും താഴെ ഞാൻ എന്തിനാണ് ഒരു ഗ്യാപ്പ് ഇട്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് ഇമേജ് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഇടാം. തൽക്കാലം ഞാൻ വേറെ ഇമേജിലേക്കൊന്നും പോകുന്നില്ല. സ്റ്റോക്ക് മീഡിയ എന്നൊരു കളർ, ഒരു ബ്ലൂ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഏറ്റവും താഴെ ഈ വെച്ചിരിക്കുന്ന ഇമേജിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞൊരു ഫോട്ടോ ഫീൽ കിട്ടില്ല, നമുക്കൊരു ഫ്രെയിം വേണം അതിനകത്ത്. അപ്പോൾ ഫ്രെയിം ഇപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ ഫോട്ടോനെയും ഫ്രെയിം ചെയ്ത് PNG ആക്കി വെച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാതെ ഇതിൽ മാത്രം എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ എഫക്റ്റിൽ പോകുന്നുണ്ട്. എഫക്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് കിട്ടും. അത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ബോർഡർന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ബോർഡർന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റത്തെ ബോർഡറാണ് ഞാൻ എടുക്കണം. ഇതൊക്കെ ഒത്തിരി ഈ ബോർഡറിന് വലിപ്പം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ബോർഡറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ ഓരോ ഇമേജിൻ്റെ മുകളിലേക്കും എടുത്തിടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. എല്ലാ ഇമേജിൻ്റെയും മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ട ബാക്കി എല്ലാത്തിനും എടുത്തിടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഈ ഫോട്ടോസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സൈസൊക്കെ ഒന്ന് ചെറുതാക്കി ഓരോ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസൊന്നും ഇങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിൽ മതി. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോനെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ സൈസൊന്ന് ചെറുതാക്കി. ഇവിടെ അറേഞ്ച് ചെയ്യണമെന്നില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഇതെവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തു, സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ ഫോട്ടോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
ഈ ഫോട്ടോ ഇത്തിരി സൈസ് കൂടുതലാണ്, അപ്പോൾ ഞാൻ സൈസ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വ്യൂവർ പാനലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ക്യാമറയുടെ ഐക്കൺ ഉണ്ട്, സ്നാപ്ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്നാപ്പ്. ഇതിൽ നിങ്ങൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ട. ഇനി ഈ പ്രൊജക്റ്റ് എവിടെയാണ് സേവ് ആവണ്ടേന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക, ലൊക്കേഷൻ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഓൾറെഡി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട, ഷോട്ട് 3 എന്ന് പറഞ്ഞിട്ട് സ്നാപ്ഷോട്ട് 3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഇതെല്ലാം തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കാട്ടിക്കളയാം. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ സ്നാപ്ഷോട്ട് മാത്രം മതി. അതിനുശേഷം ഈ സ്നാപ്ഷോട്ടിനെ നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി നീളം വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാം. ഇതാ, ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മതിയോ? കണ്ട. ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണണോട്ടാണ്. ജസ്റ്റ് ഈ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രോപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നോർമൽ ഒരു ക്രോപ്പിംഗ് ചെയ്യണമെങ്കിലാണ്. ഇപ്പോൾ ഇതിന് ചെറുതാക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി ഇത്രയും ഏരിയ മാത്രം ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോപ്പാണിത്. അല്ലാതെ തൊട്ടിപ്പുറത്ത് ഒരു പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഒരു ഐക്കണും കാണാം, ഒരു എൻഡ് എന്നുള്ള ഒരു ഐക്കണും കാണാം. അപ്പോൾ അതിനകത്ത് അതായത് അവർ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് എൻഡ് ആവണ സമയത്ത് ഏത് പോർഷനാണ് കാണിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ഇതേപോലെ തന്നെ ഫുൾ സൂമിൽ തന്നെ കിടന്നാൽ മതി. എൻഡ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻഡ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പോർഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ട, ആ സെലക്ഷൻ ആയിട്ടുണ്ട്. എൻഡ് ഞാൻ ഈ ഫോട്ടോ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഫോട്ടോൻ്റെ അത്രയും ഏരിയയിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ട, ഫുൾ സ്ക്രീൻ ആയിട്ടിരുന്നായിരുന്ന ഈ ഒരു ഇമേജ് കണ്ട സൂമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത ആ ഫോട്ടോയിലേക്ക് എൻഡ് വന്നിട്ടുണ്ട്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏത് ഫോട്ടോയിലേക്കാണ് സൂമിങ് വന്നത്? ഈ ഫോട്ടോയിലേക്കാണ് സൂമിങ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോട്ടോനെ ഈ ടൈം ലൈനിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൂമിങ് ആയിട്ടുള്ള ക്ലിപ്പിൻ്റെ തൊട്ടുപുറത്താണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കണ്ട, ഒരു ചെറിയ ജമ്പിങ്ങോട് കൂടി അവിടെ വന്നിരുന്നുണ്ട്. ഓക്കെ, അതും മാത്രമല്ല നമുക്ക് ഇത്രയും നീളം വേണ്ട. ഈ ഫോട്ടോ ഏകദേശം ഇത്രയും കാണിച്ചാൽ മതി. ഏകദേശം ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. ഇനി ആ ഫോട്ടോന് ഒന്നും കൂടി എടുത്തിട്ട് ഈ ക്ലിപ്പിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. കറക്റ്റ് ആ ഒരു ഫോട്ടോൻ്റെ സൈസും ആക്കി വയ്ക്കുക. ഓക്കെ, ഇത്ര മനസ്സിലായുള്ളൂ അല്ലേ? ഇനി ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി വേണ്ടത് നമ്മൾ ട്രാൻസിഷനിൽ പോവാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടത് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ക്രോൾ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്താൽ മതി ഫ്ലാഷ്. ഞാൻ ഇവിടെ സെർച്ച് ചെയ്തതിൻ്റെ ഹിസ്റ്ററി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്ന ഫ്ലാഷ് എടുക്കുക. എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് കിടക്കുന്ന ഫോട്ടോൻ്റെ അതുപോലെ തന്നെ സെക്കൻഡ് കിടക്കുന്ന ഫോട്ടോൻ്റെ ഇടയിലായിട്ട് കൊണ്ടുവയ്ക്കാം, സെൻറ്ററിൽ കേട്ടോ. എന്നിട്ട് അതിനൊന്ന് ചെറുതാക്കി വയ്ക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും വലുപ്പത്തിൽ വേണ്ട, ഇത്രയും മതിയാവും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാന്ന്. കണ്ട, ജസ്റ്റ് ഒരു ഫ്ലാഷ് വന്നിട്ട് അടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ കട്ടിങ് മനസ്സിലാവില്ല. കണ്ട, മനസ്സിലായല്ലോ അല്ലേ? ഇനി വേണ്ടത് നമുക്ക് ഒരു ട്രാൻസിഷനും കൂടി വേണം.
അതിൻ്റെ പേര് വാപ്പ് 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ട വാപ്പ് 7 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഈ ഒരു ട്രാൻസിഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്നെടുത്ത് നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ക്ലിപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെയും ഒന്ന് സൈസ് ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഇത്രയും മതി. എനിക്ക് ഇത്രയും കൂടിയും ഫോട്ടോൻ്റെ ലെങ്ത്ത് വേണ്ടാന്ന് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇത്രയും കൂടി ചെറുതാക്കി വയ്ക്കുന്നു. ഇത്രയും കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ടൈം ലൈൻ ഇങ്ങനെ നീക്കി കൊണ്ടുവരുമ്പോൾ കണ്ട ഈ വാപ്പ് 7 ഏറ്റവും മാക്സിമം ബ്ലറാവുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അടിയിലത്തെ ഫോട്ടോ ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇങ്ങനെയാണോ നമുക്ക് വേണ്ടത്? അല്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മുകളിലത്തെ ഫോട്ടോനെ ഒന്ന് സെലക്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ എഫക്ട്സിൽ വരുന്നു. ബോർഡറിന്ന് സെർച്ച് ചെയ്യാം. ബോർഡറിന്ന് ഓൾറെഡി സെർച്ച് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്യണില്ല. ബോർഡറിന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ ബോർഡർ എടുത്തിട്ട് ഫസ്റ്റ് കിടക്കുന്ന ഫോട്ടോൻ്റെ മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തില്ല. ഇപ്പോൾ കണ്ട അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത്രയും കൂടി വലുതാക്കി വയ്ക്കാം അല്ലേ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു ചെറിയൊരു ഓഡിയോയും കൂടിയും കിട്ടി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓഡിയോയിൽ പോയിട്ട് സൗണ്ട് എഫക്ട്സിൽ ക്യാമറ സ്നാപ്പും സെർച്ച് ചെയ്യാം. ക്യാമറ സ്നാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ട ക്യാമറ സ്നാപ്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഓഡിയോ ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഞാനൊന്ന് കുറയ്ക്കേണ്ട കേട്ടോ. എനിക്കിത് ഇത്രയും മതിയാവും. ആ സ്നാപ്പ് ചെയ്യുന്ന സൗണ്ട് മാത്രം എനിക്ക് കേട്ടാൽ മതി. ഇത്രയും വെച്ചിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ട വേണമെങ്കിൽ ഒരു സ്വല്പം കൂടി നീക്കി വയ്ക്കാം. ഒരു ചെറിയ ഒരു ഇത് കിട്ടാൻ വേണ്ടി സ്വല്പം കൂടി. കണ്ട എങ്ങനെയുണ്ട് നോക്കിയേക്ക്. കണ്ട ഇങ്ങനെ വന്നു, ഫോട്ടോയിൽ വന്നു, അങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ ഒരു ക്ലിപ്പ് കഴിഞ്ഞില്ലേ. ഇനി അടുത്ത ക്ലിപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തത് നമ്മൾ വീണ്ടും മീഡിയയിൽ പോയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ചായിരുന്ന ഈ സെയിം ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് നല്ലത് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെയാണോ നമുക്ക് കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ട്രാക്ക് ഒന്ന് സെലക്ട് ചെയ്യുക, Ctrl+V അടിക്കുക. പേസ്റ്റിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഈ പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് കണ്ടു നോക്കാം. നേരത്തെ പോലെ സൂമായിട്ട് വരാണ്. നമുക്ക് അങ്ങനെ സൂമായിട്ട് വരണ്ട. നമുക്ക് ആ സൂമിനെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ആ വീഡിയോനൊന്ന് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്രോപ്പിലേക്ക് പോവുക. ഇപ്പോൾ കിടക്കുന്നത് സ്റ്റാർട്ട് ഇത്രയും വലുതായിട്ട് കിടക്കുന്നു, എൻഡ് ഇതിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരെ തിരിച്ച് ചെയ്യാൻ പോകണം. ഈ എൻഡിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഫോട്ടോ എനിക്ക് ഈ ഫോട്ടോ കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഫോട്ടോൻ്റെ അവിടേക്ക് എൻഡ് ഒന്ന് ചെറുതാക്കി കറക്റ്റ് പൊസിഷനിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റാർട്ട് എന്നുള്ളത് പതുക്കേനെ ചെറുതാക്കിയിട്ട് നമ്മുടെ ഈ ഫോട്ടോൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അതായത് ഈ ഫോട്ടോന്ന് നമ്മുടെ അടുത്ത ഈ ഫോട്ടോയിലേക്ക് പോകുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, എൻഡ് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാം? കണ്ട ഇങ്ങനെ വന്നു, സ്നാപ്പ് ചെയ്തു, ഇങ്ങനെ വന്ന് സ്ക്രോൾ ചെയ്ത് അടുത്ത ഫോട്ടോയിൽ വന്ന് നിന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഈ ഒരു ഫോട്ടോ നമുക്ക് ടൈം ലൈനിലേക്ക് വലിച്ചിടാം. ഇതാണ് ആ ഫോട്ടോ. ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ സൈസ് ഒന്ന് ഞാൻ കുറച്ച് മുമ്പ് കിടക്കുന്ന ആ ഫോട്ടോൻ്റെ ഏകദേശം ഒരു സൈസിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫോട്ടോനെ ഒന്നും കൂടി വലിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെയും ഒന്ന് സൈസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി വളരെ ഈസിയാണ്. ഈ ട്രാൻസിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. ഈ ക്ലിപ്പും ഇങ്ങനെ വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അടിക്കുക. കണ്ട ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നു. ഈ ട്രാൻസിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. ഈ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അടിക്കുക. എന്നിട്ട് ഈ ട്രാൻസിഷൻ ഒന്ന് നീക്കിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് വയ്ക്കുക. ഇത്രയായി കഴിഞ്ഞോ? ഇനി വേണ്ടത് ഈ ഫോട്ടോയ്ക്ക് ഒരു ബോർഡറും കൂടി വേണം. അതിനും പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടു വെക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എഫക്റ്റ് ആൻഡ് ഫിൽറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഇവിടുത്തെ കോപ്പി എടുക്കുക. ഈ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് ആൻഡ് ഫിൽറ്ററിൽ പോവുക. ഇവിടുത്തെ പേസ്റ്റ് ചെയ്യുക. കണ്ട ഇത് ചെറുതായി. ഇപ്പോൾ ഈ ഫോട്ടോയും ഒരുപോലെയാണ് കിടക്കണേ. നമുക്ക് ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യണത് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടി പാനലിൽ പോവാം. ഈ റൊട്ടേഷൻ ഒന്ന് ഇങ്ങടാക്കി വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് സൈസ് ഒന്ന് കൂട്ടുന്നുണ്ട്. ബസ് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ? കണ്ട എന്താ ഇവിടെ കുറവുള്ളത്? ഇവിടെ ഈ ഓഡിയോ ചെയ്തിട്ടില്ല. ഈ ഓഡിയോനൊന്ന് കോപ്പി ചെയ്യുക. ഓഡിയോനെ കോപ്പി ചെയ്തതിന് ശേഷം ഇതാ കറക്റ്റ് ഈ ക്ലിപ്പിൻ്റെ ഈ സെൻറ്ററായിട്ട് കൊണ്ടുവയ്ക്കുക. ഈ ഓഡിയോ സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ V ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. കൺട്രോൾ V ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കണ്ട ഇതിനകത്ത് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് താഴത്തെ ഫോട്ടോ സൈസ് ഇത്തിരി കുറവാണ്. കണ്ട ഇവിടെ ആ ബ്ലാക്ക് കാണുന്നുണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് ഇത്തിരി വലുതാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഏറ്റവും താഴെ ചെന്ന് മാക്സിമം ഈ വാപ്പ് 7ൻ്റെ മാക്സിമം ബ്ലറിൻ്റെ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അടിയിലത്തെ ഇതൊന്ന് ചെറുതാക്കി വെക്കുക. ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒന്ന് വളരെ സിമ്പിളല്ലേ? ഇനി ഉള്ള 2-3 ക്ലിപ്പ് ഞാൻ വേഗത്തിൽ ചെയ്യാം. എന്നാലാണ് വീഡിയോ കഴിയുള്ളൂ. 2 ക്ലിപ്പ് ചെയ്ത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തിരി വേഗത്തിൽ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ എല്ലാ ഫോട്ടോയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു മ്യൂസിക്കും കൂടി ഇടണം നിർബന്ധമൊന്നുമില്ല. ഇട്ടാൽ ഇത്തിരി ഭംഗിയായിരിക്കും. അതും ഞാനിടുന്ന മ്യൂസിക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനപ്പോൾ ഒരു മ്യൂസിക്കും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ഫ്രണ്ടിൽ കുറച്ച് സോങ് ഇല്ലാത്ത ഏരിയ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ കാണുന്ന ആ ചെറിയ ഡോട്ടിൽ പിടിച്ചിട്ട് ഒന്ന് റൈറ്റിലേക്ക് നീക്കിയിട്ടുണ്ട്. കാരണം ഒന്ന് സ്ലോ ആയിട്ട് കയറി വരാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ എൻ്റെ എനിക്ക് ഇത്രയും മതിയല്ലോ, ഒരുപാട് നീളമുണ്ട് ഈ ഓഡിയോയ്ക്ക്. ജസ്റ്റ് നമുക്ക് വേണ്ട അത്രയും വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ നമുക്കിവിടെ കത്രികയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ B ആണ് ഷോർട്ട് കട്ട്, അത് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ കത്രികയുടെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ അവിടെ ആ ഡോട്ടിൽ പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ട അപ്പോൾ അത് സ്ലോ ആയിട്ട് അവസാനിച്ചോളും. നോക്കി ഇവിടെ
ഒരു കാര്യം മിസ്സിംഗ് ആണ്. ഇവിടെ ഞാനൊരു ഓഡിയോ എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് വയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കാര്യം കൂടി മിസ്സിംഗ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജിന് ഇത്തിരി സൈസ് കുറവുണ്ട്. അതൊന്ന് ഞാൻ സൈസ് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞു, നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊന്ന് വലുതാക്കി വയ്ക്കാം. അപ്പോൾ ഇത്തിരി കൂടി നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ സ്ലൈഡ് ഷോ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.